ലക്ഷ്മി അടക്കം പറഞ്ഞു വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ബ്ലോഗറാണ്. ആ ബ്ലോഗർ ആ ബ്ലോഗർ വീഡിയോ ഷൂട്ട് ഒരു സജഷൻ ആയിട്ട് എന്തുകൊണ്ട് സാറിന് വെക്കാൻ കഴിയുന്നില്ല? നമ്മുടെ ബസ്സുകളിലെല്ലാം എനിക്ക് തോന്നുന്നില്ല ആരും വിയോജിക്കുന്നു. എല്ലാ ബസ്സുകളിലും അപ്പൊ നാളെ റിസ്ക് ഇല്ല. എല്ലാ ബസ്സുകളിലും എല്ലാ ബസ്സിലും ആ CCTV എല്ലാ ബസ്സുകളിലും എല്ലാ ബസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും സെക്യൂരിറ്റി, സ്ത്രീകളുടെ സെക്യൂരിറ്റി അടക്കം പ്രാധാന്യം കൊടുത്ത് CCTV പോലുള്ള കാര്യങ്ങൾ എല്ലാം CCTV ഉണ്ട്. ആ ചിത്രത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതിലൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ ദീപക് മോശമായ പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യര് നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് അതൊരു ഔദാര്യമല്ല, അത് സത്യമായതുകൊണ്ടാണ്. അതെന്തോ ഒരു വലിയ ഔദാര്യമായിട്ട് ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് സാർ അല്ല കുട്ടച്ചാണെന്ന് ആരും അങ്ങനെ പറഞ്ഞില്ല. ആ ഇട്ട വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനൊന്നും നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ മറുപടി ഫീമെയിൽ ഷോവിനിസം അല്ല. നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. നമ്മുടെ സമൂഹത്തിൽ മെയിൽ നമ്മൾ കാണുന്ന വീഡിയോയ്ക്കകത്ത് ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല. സംശയമില്ല. ഒരു കാര്യമുള്ളൂ സാർ, ഇവർ പറയുന്ന ഒരു പോയിന്റ് കറക്റ്റ് ആണ്. നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ട്. അതിന്റെ മറുപടി ഫീമെയിൽ ഷോവിനിസം അല്ല. നമ്മുടെ സമൂഹത്തിൽ മെയിൽ പാട്രിയാർക്കിയും ഷോവിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡും ഉണ്ട്. പക്ഷെ നേരെ തിരിച്ചാലും മറുപടി ഫെമിനാറ്റിസം അല്ല. നമ്മൾ ഫെമിനിസ്റ്റും തപാസി പറയുന്ന പോലെ ഈ തീവ്ര ഫെമിനിസ്റ്റും തീവ്ര മെയിൽ ഷോവിനിസ്റ്റും അല്ലാത്ത ഒരു മധ്യമാർഗം നമുക്ക് എടുത്തൂടെ? അവിടെയാണ് നമ്മൾ പറയുന്നത്. ഉണ്ടല്ലോ ആ തീവ്ര ഫെമിനിസ്റ്റിന്റെ നടപടികളാണ് ഈ സാധനം കാണുന്നത്. ഇവക്കിന്റെ മരണം ആ തീവ്ര ഫെമിനിസ്റ്റിന്റെ റിസൾട്ടാണ്. തീവ്ര ഫെമിനിസ്റ്റ്